ടുഡേസ് മാർക്കറ്റ് നമ്മുടെ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ഫിബോ പ്ലോട്ട് ചെയ്തു. നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനും കൂടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് താഴത്താണ് ക്ലോസ് വന്നത്. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു എടുത്തപ്പോൾ തന്നെ ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് അത്ര ഒരു കൺവിക്ഷൻ ഇല്ല. നമ്മളത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ 100 പോയിൻറ്റ്സിൻ്റെ ഈ ഫിബോയെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോള് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ ടാർഗറ്റ് നോക്കാം. 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച് വരും. 78 നമ്മൾ വയ്ക്കാറുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 78 ആണ്. എല്ലാവർക്കും അറിയാമല്ലോ, 1:3 എന്നുള്ളൊരു. പക്ഷേ ഞാൻ അവിടം വരെ കൊടുക്കാൻ ഏതായാലും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേളിൽ എവിടെയെങ്കിലും ക്ലോസ് ചെയ്താൽ അപ്പോൾ 78 പോയിൻറ്റ്സ് ഒന്നും നോക്കുന്നില്ല. കാരണം അത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കും മാനുവലി. സോ ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 1300 പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ആ ഒരു ലൈനെ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നോക്കിയിട്ട് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 2000 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 310 നമുക്ക് എൻട്രി കിട്ടിയത്. അപ്പം 60 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 360. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏതായാലും 325 326 റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 350 ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കും. ഇനി അതല്ല, നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലിലാണ് ക്ലോസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ട്രേഡിൽ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്തേക്കുന്നത്. തിരിച്ച് നമ്മുടെ കോസ്റ്റിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡേഴ്സ് മാർക്കറ്റ് തിരിച്ച് നമ്മളുടെ കോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു ലോസും കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ലൈനിന് ഏതായാലും മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മേലിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 1 മിനിറ്റും കൂടി ഉണ്ട് ക്യാൻഡിലിൻ്റെ വലിയ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണ്. ക്യാൻഡിലിൻ്റെ ക്ലോസിന് ഇപ്പോൾ ഏകദേശം നമ്മൾ 78 പോയിൻറ്റ്സ് കൊടുത്തേക്ക് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു 2000 ലോസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മേലിലോട്ടാണ് ഇനി കണ്ടിന്യൂസ് മാർക്കറ്റ് മേലിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ നമ്മളുടെ ട്രേഡ് ഇവിടുന്ന് ലോസ് ബുക്ക് ചെയ്തേക്കും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ലൈനിൻ്റെ മേളിലാണ്, നമ്മുടെ ലൈനിൻ്റെ മേളിലാണ് ക്രോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ലോസ് റൺ ചെയ്യുന്നത് എത്രയായാലും നമ്മൾ അവിടുന്ന് എക്സിറ്റ് ചെയ്തേക്കും. പക്ഷേ ഞാനൊരു റിവേഴ്സൽ ട്രേഡ് നോക്കണില്ല, ഒരു അപ്സൈഡിലേക്ക് നോക്കുന്നില്ല. കാരണം നോക്കാം ഏതായാലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രേഡ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഏതായാലും നമ്മളുടെ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കോസ്റ്റ് എന്ന് തന്നെ പറയാം. ഒരു 1000 റുപ്പീസിൻ്റെ ലോസിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ക്ലോസ് ഏകദേശം ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴത്തോട്ട് അത് വന്ന് ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. സോ നമ്മൾ ഓവറോൾ ഒരു 1000 റുപ്പീസിൻ്റെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ വല്ല ട്രേഡും എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഓവറോൾ ഒരു 3000 ഏകദേശം ഒരു 3891 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ ആദ്യം എടുത്ത ട്രേഡ് ഇതായിരുന്നു. അതിൻ്റെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണല്ലോ ഓൾറെഡി. അത് കഴിഞ്ഞൊരു ട്രേഡ് എടുത്തു. ഞാൻ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തു. കാരണം വേറൊന്നുമല്ല, ഞാൻ ഇതൊരു സ്കാൽപ്പിംഗ് ആയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് തിരിച്ച് കോസ്റ്റിൽ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ എക്സിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ട്രേഡൊന്നും എടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോഴത്തേക്കും ഞാൻ ട്രേഡ് എടുത്തു. അപ്പോൾ അതിൽ ഒരു 3000 പ്രോഫിറ്റ് എനിക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആ ട്രേഡ് എടുത്ത റീസണും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ട്രേഡ് എടുത്ത് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തോന്നുന്നു ഇവിടെ ആയിരുന്നെന്ന് തോന്നുന്നു. അതെ, കറക്റ്റ്. ഈ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ലോസ് ഉണ്ടായിരുന്നു. രാവിലത്തെ ലോസിനെ റിക്കവർ ചെയ്തൊരു 1500 പ്രോഫിറ്റ് കാണിച്ചാണ്. പക്ഷെ നമുക്ക് അവിടെയല്ലായിരുന്നു. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലായിരുന്നു. അത്രയും കിട്ടിയില്ല. പക്ഷേ ഇവിടുന്ന് പിന്നെ ഒരു റിവേഴ്സിൽ ഫോം ചെയ്യണ കണ്ടപ്പോൾ ഞാൻ കോസ്റ്റിൽ തന്നെ കൊണ്ടുവച്ച് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ഒരു സെറ്റപ്പ് ഇവിടെ ഫോമായി. ആ ഒരു സെറ്റപ്പ് ഫോം ആയപ്പോഴാണ് നമ്മൾ അടുത്ത ട്രേഡ് എടുത്തത്. അതാണ്ടേ
ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഉടനെ നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻ്റർ ചെയ്തു വിത്ത് ഇതിൻ്റെ ഈ ബുള്ളിഷ് ക്യാൻഡിൽ പോട്ടെ, എൻഗൾഫിങ് ക്യാൻഡിൽ. ഈ എൻഗൾഫിങ് ഞാൻ വേണമെങ്കിൽ അതൊന്ന് ഈ ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ എന്താണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയെയും ലോയെയും ബ്രേക്ക് ചെയ്തിട്ട് ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ ഫോം ചെയ്യുക. ആ എൻഗൾഫിങ് ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഉടനെ ഞാൻ ട്രേഡിൽ എൻ്റർ ചെയ്തു വിത്ത് ഒരു ഇന്നലെയൊക്കെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, വിത്ത് 1:2 എന്നുള്ളൊരു റിസ്ക് റിവാർഡ് റേഷ്യോ. പക്ഷേ മാർക്കറ്റ് നമ്മൾ എടുത്ത ഉടനെ ഇവിടം വരെ വന്നിട്ട് പക്ഷേ നമ്മൾ ടാർഗറ്റ് വന്നിട്ട് ഈ ഒരു റേഞ്ച് ആയിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3000 മിറ്റായിരുന്നു ഞാൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വച്ചിരുന്നത്. പക്ഷേ അവിടുന്ന് മാർക്കറ്റ് പിന്നെ തിരിച്ച് പോയി 1, 2, 3, 4, 5 ഈ ഒരു 5 ക്യാൻഡിൽ 25 മിനിറ്റ്സോളം മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് റൺ ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ മാർക്കറ്റ് ഒരു ഹെവി ഫോൾ കിട്ടി. ആ ഒരു ഹെവി ഫോള് നമ്മളുടെ ടാർഗറ്റിനെ ബുക്ക് ചെയ്തു. ഇത്രയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഗ്രീഡിനെസ് കാണിച്ചിട്ട് കാര്യമില്ല, നമ്മളല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും.